ഹലോ നമസ്കാരം, അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇപ്രാവശ്യം ഒരു ട്രിപ്പിന് പോയിട്ടുണ്ട്. നമ്മൾ പോണത് സിംഗപ്പൂർ, മലേഷ്യയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോകണു. അതിൻ്റെ കുറച്ച് എന്താ പറയുക ഫോട്ടോസും കുറേ നാളുകൾ കഴിയുമ്പോൾ നമുക്കത് ജസ്റ്റ് നമ്മളുടെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു മെമ്മറീസ് അത്ര ഉദ്ദേശിച്ചിട്ടാണ് നമ്മളത് ഇടണത് കേട്ടോ. നമ്മളുടെ ആക്ച്വലി എനിക്കറിയാം നമ്മളൊരു ഗാർഡൻ ചാനലാണ്, എന്നാലും ജസ്റ്റ് ഒരു എന്താ പറയുക എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് നോക്കാൻ പറ്റണ ഒരു ഓക്കെ. അപ്പോൾ ഇൻഡിഗോ ആണ് നമ്മൾ പോണത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് നമുക്ക് ബാംഗ്ലൂർ ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തുകയാണ്. ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് എന്താ പറയുക ടെർമിനലിലാണ് നമ്മൾ എത്തുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു ഷട്ടിൽ സർവീസ് ഉണ്ട്. നമ്മളുടെ ബസ്സിലാണ് നമ്മൾ ഇൻ്റർനാഷണൽ ടെർമിനലിൽ എത്തണം. നമ്മളുണ്ടല്ലോ കൊച്ചിൻ എയർപോർട്ടും അതുപോലെ തന്നെ ദുബായ് എയർപോർട്ടാണെങ്കിലും ഷാർജ എയർപോർട്ടാണെങ്കിലും എല്ലാ എയർപോർട്ടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും സൂപ്പറായിട്ടുള്ളൊരു എയർപോർട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ബാംഗ്ലൂർ എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ പറയുക, ഈ വീഡിയോയിൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടോയെന്നറിയില്ല. അതിൻ്റെ ഒരു ആംബിയൻസും എല്ലാതും, അതായത് ചെടികളുണ്ട്, ഒറിജിനൽ പ്ലാന്റ്സ് ആണ്, ചെടികളുണ്ട്. അതിൻ്റെ ഒരു കോപ്പർ ഫിനിഷിലുള്ളൊരു കംപ്ലീറ്റ്ലി ഒരു കോപ്പർ ഫിനിഷാണ് അതിൻ്റെ ഒരു ചെല്ലുന്ന ആ ഒരു ഏരിയ എന്ന് പറയണത്. അതുപോലെ തന്നെ ക്ലീനാണ്. ഒരുപാട് ഏരിയ ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു എത്രയോ സ്ഥലം അതിൻ്റെ അകത്ത്, അതായത് ഒരു ഇൻഡോർ പാർക്ക് പോലെയാണ്. ഒരു ഇൻഡോർ പാർക്ക്, ഇൻഡോർ മ്യൂസിയം, അങ്ങനെ ഇതൊക്കെ ഒറിജിനൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാതും എന്താ പറയുക നാച്ചുറലായിട്ട് അവർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഓർക്കിഡ്സൊക്കെ കണ്ടിട്ട് ഞാൻ സത്യത്തിൽ അതൊക്കെ പിടിച്ചു നോക്കി. അവിടെ എഴുതി വെച്ചിട്ട് ടച്ച് ചെയ്യരുതെന്ന്, പക്ഷേ ആക്ച്വലി അത് ഒറിജിനൽ. എനിക്ക് അത്രയും സംശയം തോന്നിയിട്ടാണ് ഞാനത് നോക്കിയത്. അത്രയും എന്താ പറയുക പ്ലാന്റ്സ് ആണെങ്കിലും പിന്നെ പല ടൈപ്പ്, അതായത് എന്താ പറയുക ഒരു കാക്ടസ് പോലെയുള്ള ചെടികളുണ്ട്, നമ്മളുടെ നോർമൽ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ഈ കാണുന്നതെല്ലാം സാധാരണ മണലും അങ്ങനെയൊക്കെ വെച്ച് അവർ എന്താ പറയുക ലാൻഡ്സ്കേപ്പിംഗ്. ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഒട്ടും ഇങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം മോളുകളിലുള്ളിലൊക്കെ ചെറിയ ചെറിയ ഏരിയയിൽ നമ്മൾ കണ്ടിട്ട്, പക്ഷേ ഇതൊരു എന്താ പറയുക എൻറ്റയർ ഏരിയ തന്നെ അവരിങ്ങനെ മാക്സിമം ഈ ഗ്രീനറി ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആർക്കും സഹിക്കില്ല. നമ്മൾ പരമാവധി ഫോട്ടോസ് എടുത്തു. കാരണം ലൈറ്റ് ആക്ച്വലി ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. ഫിൽറ്റർ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഫിൽറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്ര അധികം നല്ല ലൈറ്റിങ്ങും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വെർട്ടിക്കൽ വാളൊക്കെ കണ്ടുല്ലോ. ഇനി നമ്മൾ ബാംഗ്ലൂർ ഡ്യൂട്ടി ഫ്രീയുടെ അകത്തു കൂടിയാണ് ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോകണം. നമ്മളുടെ ഡ്യൂട്ടി ഫ്രീ ഇതെന്ന് പറയണത് ഒരു വലിയൊരു ഡ്യൂട്ടി ഫ്രീ ആണ്. ചെറിയൊരു സെറ്റപ്പല്ല, ഓരോ ഐറ്റംസിനും സെപ്പറേറ്റ് എന്താ പറയുക ഇതൊക്കെ ഇട്ട് തിരിച്ച് അങ്ങനെ ഒരു സെറ്റപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ സ്പേസിൽ കൂടെ പോയിട്ട് എന്താ പറയുക എവിടെയോ ലാൻഡ് ചെയ്ത പോലെയാണ് അടുത്തൊരു സെക്ഷൻ. ഇതും നമ്മളുടെ ഒരു ബ്രോൺസ് ഫിനിഷ്, അങ്ങനെ ഒരു ഫിനിഷാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബാംബു ആണ് ഇവിടുത്തെ ഒരു തീം എന്ന് പറയുന്നത്. ഇത് എക്സിക്യൂട്ടീവ് ലോഞ്ചാണ്. ഇവിടെ നിന്നാണ് നമ്മൾക്ക് ഫുഡൊക്കെ നമ്മൾക്ക് ഒരു 2-3 ടൈപ്പ് കാർഡുകളുണ്ട്. റൂപേ, വിസ കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2 രൂപയ്ക്ക് ഫുഡ് കിട്ടും. നല്ല സൂപ്പർ ബുഫേ ഫുഡ്. അപ്പോൾ അത് ആരും മിസ് ചെയ്യരുത്. അങ്ങനെ അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെയുള്ള കുറേ ബാംബുവിൻ്റെ ചെറിയ ചെറിയ ഷേപ്സൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ അകത്തൊക്കെ റെസ്റ്റോറൻറ്റ്സൊക്കെയാണ്. അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ബാംബുവിൻ്റെ ഒരു ഫുൾ എല്ലാം അത് ഈ ചൂരലിൻ്റെ അങ്ങനെ വളച്ചിട്ടാണ് ഇതെല്ലാതും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കാരണം ഇനി തിരിച്ചു വരുമ്പോൾ നമ്മൾ ബാംഗ്ലൂർ ത്രൂ അല്ല വരുന്നത്, ഡയറക്റ്റാണ്. അപ്പോൾ ഒരു 4 അവർ ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫുൾ സ്ഥലങ്ങൾ, വാട്ടർഫോൾസ് അടക്കമുണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് സിംഗപ്പൂർ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.